ഹലോ എവ്രി വൺ, പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നമ്മുടെ സ്കിൻ ടോൺ അനുസരിച്ച് റൈറ്റ് ആയിട്ടുള്ളൊരു ഫൗണ്ടേഷൻ എങ്ങനെ സെലക്ട് ചെയ്യാമെന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും ഫൗണ്ടേഷനൊക്കെ സെലക്ട് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ നമുക്ക് ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യുന്നതാണ് ഡാർക്ക് ആയിട്ടുള്ളത് കിട്ടും, ചിലപ്പോൾ ലൈറ്റ് ആയിട്ടുള്ളത് കിട്ടും. നമ്മൾ എപ്പോഴും നമ്മുടെ ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ പെർഫെക്റ്റ് ഷെയ്ഡ് തന്നെ ആയിരിക്കണം. നമ്മുടെ സ്കിൻ ടോൺ ഏതാ അതേ നിറത്തിലുള്ളത് തന്നെ ആയിരിക്കണം നമ്മുടെ ഫൗണ്ടേഷനും. അപ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ അണ്ടർ ടോൺ ഏതാണെന്നുള്ളതാണ്. നമുക്ക് 3 ടൈപ്സ് ഓഫ് അണ്ടർ ടോൺ ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ വാം അണ്ടർ ടോൺ, കൂൾ അണ്ടർ ടോൺ ആൻഡ് ന്യൂട്രൽ അണ്ടർ ടോൺ. അപ്പോൾ വാം അണ്ടർ ടോൺ ഉള്ളവർക്കെല്ലാം ഒരു യെല്ലോയിഷ് കളർ ഉള്ളവരായിരിക്കും. വാം അണ്ടർ ടോൺ മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ഈ കയ്യിലെ ഈ വെയിന് ഗ്രീൻ കളർ ഉള്ളവരൊക്കെ വാം അണ്ടർ ടോൺ അണ്ടറിൽ വരുന്നവരാണ്. ഇത് അഥവാ ഒരു പർപ്പിൾ അല്ലെങ്കിൽ ബ്ലൂ കളർ ആണെങ്കിൽ കൂൾ അണ്ടർ ടോൺ ഉള്ളവരായിരിക്കും. ചിലർക്ക് 2 കളറോട് മിക്സ് ചെയ്തുള്ളതുണ്ട്. ചില വെയിൻസ് ബ്ലൂ ആൻഡ് ചില വെയിൻസ് ഗ്രീൻ ഉള്ളവരാണെങ്കിൽ അവരുടെ അണ്ടർ ടോൺ ന്യൂട്രൽ ആയിരിക്കും. അത് ആദ്യം മനസ്സിലാക്കിയാലേ നമുക്ക് നമ്മുടെ റൈറ്റ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ വാമായിട്ടുള്ളവർക്ക് എപ്പോഴും യെല്ലോയിഷ് കളറായിട്ടുള്ള ഫൗണ്ടേഷൻ വേണം സെലക്ട് ചെയ്യാൻ. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു 4 ഷെയ്ഡ് ഫൗണ്ടേഷൻ ഉണ്ട്. ഞാൻ യൂസ് ചെയ്യുന്നത് പാക്കിൻ്റെ ആണ്. അപ്പോൾ നമ്മൾ ആ ഫൗണ്ടേഷൻ എപ്പോൾ മേടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു സ്റ്റോറിൽ പോയിട്ട് വേണം മേടിക്കാൻ. അപ്പോൾ സ്റ്റോറിൽ പോയി മേടിക്കുവാണെങ്കിൽ നമ്മുടെ ഫേസിൻ്റെ ഈ ചീക്കും നെക്കും ഇവിടെ നിന്ന് ഇങ്ങനെ സ്വാച്ച് ചെയ്തിട്ട് വേണം ഫൗണ്ടേഷൻ റൈറ്റ് ആയിട്ടുള്ളത് ഏതാണെന്ന് നോക്കി മനസ്സിലാക്കാൻ. അവർ സ്റ്റോർ ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കയ്യെ ടെസ്റ്റ് ചെയ്ത് കാണിക്കും. പക്ഷേ അതൊരിക്കലും റൈറ്റ് ആയിട്ടുള്ളൊരു ഫൗണ്ടേഷൻ നമുക്ക് അങ്ങനെ ചെയ്താൽ കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ടെസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ ഈ ചീക്കും നെക്കും ഇവിടെ നിന്ന് ഇങ്ങനെ സ്വാച്ച് ചെയ്ത് വേണം നോക്കാൻ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് റൈറ്റ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യേണ്ടതെന്ന്. ഞാൻ ആദ്യം സ്വാച്ച് ചെയ്യാൻ പോകുന്നത് 5.0 ഫൗണ്ടേഷനാണ് പാക്കിൻ്റെ. കാണിച്ചു തരാനാണ്. ഇത് കണ്ടില്ലേ, ഈ ഷെയ്ഡ് എനിക്ക് ഇച്ചിരി ഡാർക്കർ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ഷെയ്ഡ് എടുക്കാൻ പോകാം. നെക്സ്റ്റ് ഷെയ്ഡ് 4.5 ആണ്. ഇത് നോക്കാം, ഞാൻ സ്വാച്ച് ചെയ്ത് നോക്കട്ടെ. നെക്സ്റ്റ് ഫൗണ്ടേഷൻ 2.7. നെക്സ്റ്റ് 1.9. ഇത് കണ്ടില്ലേ, 4 ഷെയ്ഡ്സ് ഞാൻ സ്വാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സ്കിൻ ടോണുമായിട്ട് മാച്ചാകുന്ന ഈ 2.7 എന്നുള്ള ഫൗണ്ടേഷനാണ്. നന്നായിട്ട് സ്കിന്നുമായിട്ട് അത് ബ്ലെൻഡ് ആയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇത് 2 ഇച്ചിരി ഡാർക്കായിട്ട് തോന്നുന്നുണ്ട്, ഇത് ഒത്തിരി ലൈറ്റായിപ്പോയി. അപ്പം എൻ്റെ ഡസ്കി സ്കിന്നാണ്. അപ്പോൾ എൻ്റെ സ്കിൻ ടോണിന് മാച്ചാകുന്ന ഈ 2.7 ആണ്. അപ്പോൾ ഈ 2.7 ഞാൻ എൻ്റെ ഈ ചീക്സിലൊന്നിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്.
ഇതേ രീതിയിൽ വേണം നമ്മൾ നമ്മുടെ ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യാൻ വേണ്ടി. എല്ലാവർക്കും ഇതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് ഓർക്കുന്നു. അപ്പോൾ ഇതേ രീതിയിൽ വേണം നമ്മൾ നമ്മുടെ ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യാൻ. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന പാക്കിൻ്റെയാണ്. മെബിലിൻ്റെ ഫൗണ്ടേഷനും നല്ല ഫൗണ്ടേഷനാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.